ഞാൻ ഈ പ്രോഗ്രാം കാണാൻ വരുമ്പോഴേ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു, ജിന്നുവാദികളുടെ പ്രോഗ്രാം കാണാൻ വരികയാണ്. എൻ്റെ പേര് കബീർ എന്നാണ്, മുത്തമ്മാവിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് നിങ്ങൾ ജിന്നുവാദികളാണെന്നും തോന്നിയില്ല, മറ്റൊരു ജിന്നുവാദികളാണെന്നും തോന്നുന്നില്ല. രണ്ടുപേരും ജിന്നുവാദികളല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വളരെ നന്മ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞാനൊരു 5-6 വർഷം മുമ്പ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരുപാട് കുത്തുബിയത്തും മറ്റതും നടത്തി ഒരുപാട് പൈസ കളഞ്ഞ ഒരാളാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് ഇവരുടെ പ്രസംഗം കേട്ടപ്പോൾ മുജാഹിദ് ആശയം ജനങ്ങളെ ഒരുപാട് നന്മയിലേക്ക് നയിക്കുന്ന ഒരു ആശയമായിട്ടും ജനങ്ങളെ ഒരുപാട് അറിവ് നൽകുന്ന ഒരു ആശയമായിട്ടാണ് തോന്നിയത്. എനിക്ക് രണ്ടു കൂട്ടരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന ഒരു ചെറിയ വിഷയം, ഒരു ജിന്ന് വിഷയം, ഇങ്ങനെ ക്ലിപ്പുകൾ ഇട്ടിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കണോ എന്ന് എനിക്കൊരു ചെറിയൊരു വിഷമം മനസ്സിൽ തോന്നിപ്പോകുന്നു. ഇത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ഒരു ചെറിയ വിഷയമാണ്. അത് നിങ്ങൾ പരിഹരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അത് ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടൊരു വിശദീകരണം കൊടുത്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രസക്തമായതും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും യഥാർത്ഥത്തിൽ ആ ഒരു പരിഹാരം തന്നെയാണ്. 2012 കൂടിയാണ് ഈ വിവാദം മെല്ലെ മെല്ലെ തലപൊക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലി സാധാരണഗതിയിൽ ആശയപരമായ വിഷയങ്ങളിൽ, വൈജ്ഞാനിക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ തീരുമാനം പറയാനുള്ള ഒരു ബോഡിയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. സംഘടനാപരമായ കാര്യങ്ങൾ KNM-ഉം ISM-ഉം MSM-ഉം തീരുമാനിച്ച് നടപ്പാക്കും. എന്നാൽ വൈജ്ഞാനിക വിഷയം ജംഇയ്യത്തുൽ ഉലമയിൽ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമാക്കുക. ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു 14 അംഗ റിസർച്ചിങ് ബോഡിയുണ്ട്. ആ 14 അംഗ സമിതി എല്ലാ മാസവും ഒരിക്കൽ പുളിക്കൽ ജാമിഅ സലഫിയയിൽ ചേരാറുണ്ട്. ഓരോ വിഷയം തിരഞ്ഞെടുത്ത് ആ വിഷയത്തിൽ ആയത്തും ഹദീസും എന്ത് പറയുന്നുവെന്ന് പരിശോധിച്ച് അതിന്റെ കൃത്യമായ ഉത്തരം കണ്ടെത്തി അത് രേഖപ്പെടുത്തി അത് താഴേക്കിടയിലുള്ള പ്രബോധകന്മാർക്കും പ്രഭാഷകന്മാർക്കും ഖതീബുമാർക്കുമെല്ലാം കൈമാറിക്കൊടുക്കുന്ന രീതിയാണ് അവിടെയുള്ളത്. ആ 14 അംഗ സമിതിയിൽ ഞാനും ഒരു മെമ്പറായിരുന്നു. 2012 അവസാനത്തോടു കൂടി ഈ വിവാദം ഉണ്ടായി വന്നപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊന്നും, അഥവാ എനിക്കൊന്നും ഈ വിഷയത്തിന്റെ ഉള്ളിരിപ്പ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു, ഇതിപ്പോ അത്ര വലിയ പ്രശ്നമില്ലല്ലോ, ഒന്ന് കൂടി നിന്നിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കിതാബൊന്ന് മറച്ചു വെച്ച് എന്താ അതിലുള്ളത് നോക്കിയ പ്രശ്നം തീരൂലേ. പക്ഷെ അതിലേക്ക് എത്തേണ്ടതിന് പകരം ചില മുൻധാരണകൾ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ 2011 ഡിസംബറിൽ, അഥവാ അന്ന് വിവാദം പുറത്തേക്ക് വന്നിട്ടേയില്ല, ഉള്ളിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ചിലർക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആ സമയത്ത് 2011 ഡിസംബറിൽ ഞങ്ങളെല്ലാവരും കൂടി പുളിക്കതിൽ ചേർന്നപ്പോൾ അവിടെ ചർച്ച തീർച്ചയായും മറ്റൊരു വിഷയമായിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യുന്ന ഇടവേളയിൽ സ്വാഭാവികമായി ഈ വിഷയം കയറി വന്നു. കാരണം പലർക്കും അറിയാം എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയുകയുമില്ല. അങ്ങനെ ചർച്ച വന്നു. അതിനടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായി. അവിടെ ഞങ്ങളൊക്കെ പറഞ്ഞു, ശരി, നമുക്ക് അടുത്ത മാസത്തെ ഈ സിറ്റിങ്ങിന്റെ വിഷയം ഇതാക്കി മാറ്റാം. എങ്കിൽ അത് ഒരാൾ പഠിച്ച് പ്രബന്ധമാക്കി അവതരിപ്പിച്ച് ആ അടിസ്ഥാനത്തിൽ തീരുമാനമെത്തിയെത്താമല്ലോ. അത് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചു, ശരി, അടുത്ത മാസത്തെ സിറ്റിങ്ങിൽ ആരാണ് പ്രബന്ധം അവതരിപ്പിക്കുക? ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാമെന്ന് പറയാൻ 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് വിഷയം അറിയില്ല. അതുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ ഏറ്റെടുത്താൽ ആ പേരിൽ ആ വിഷയം ഒന്ന് പഠിക്കാമല്ലോ, എന്താ ഇതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ അതൊരു അവസരമാകും എന്ന താല്പര്യമാണ് എന്നതിന് പ്രേരിപ്പിച്ച ഘടകം 1. 2, ഒരു പക്ഷേ ഏകപക്ഷീയമായി അത് ഏറ്റെടുത്ത് ഒരു ഏകപക്ഷീയമായ പ്രബന്ധം വരാൻ സാധ്യതയുണ്ടോ എന്ന് അവിടുത്തെ ആ സദസ്സിന്റെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് സംശയം വന്നു. എങ്കിൽ അതിനും ഒരു അവസരം ഉണ്ടാക്കേണ്ടതില്ലല്ലോ. ആ 2 കാരണങ്ങളാൽ ഞാൻ ഏറ്റെടുത്തു. പക്ഷെ എനിക്കറിയാം 1 മാസം കൊണ്ട് അത് പഠിച്ചെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, ഹനീഫ് കായക്കൂടി എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ശരി ഹനീഫ, നീ അത് റെഡിയാവ് എന്ന് അദ്ദേഹം അത് നിൽക്കുമല്ലോ. അങ്ങനെ ഞാനും കായക്കൂടിയും അതിന് യുക്തരായി.
ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രബന്ധം തയ്യാറാക്കി. അതാണ് ഈ പ്രബന്ധം. 18 പേജുള്ള പ്രബന്ധം 2012 ജനുവരിയിൽ 13 ജനുവരിയിൽ ചേർന്ന സിറ്റിംഗിൽ ഞങ്ങൾ ഇത് കൊണ്ടുപോയി അവതരിപ്പിച്ചു. ഈ പ്രബന്ധത്തിൽ എന്തു പറഞ്ഞു അതാണ് ഞാൻ ഇതുവരെയും ഇവിടെ പ്രസംഗിച്ചത്. ഇതവിടെ വാങ്ങിവെച്ചു. ചർച്ചയുണ്ടായില്ല. ഇത് 95% തയ്യാറാക്കിയത് ഹനീഫ് കായ്ക്കുടിയാണ്. 100% ടൈപ്പ് ചെയ്ത് അദ്ദേഹമാണ്. അവിടെ കൊണ്ടുപോയി വായിച്ചത് ഞാനാണ്. അന്ന് അബ്ദുറഹ്മാൻ സലഫിയുണ്ട് ആ സദസ്സിൽ, MM മദനിയുണ്ട് സദസ്സിൽ. അദ്ദേഹം ഇപ്പൊ രോഗിയാണ്, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനായ PK അഹമ്മദ് അലി മദനി ഉണ്ടായിരുന്നു, അദ്ദേഹം വഫാത്തായി, അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ KM പന്നൂരുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്, അബ്ദുൽ റസാഖ് ബാക്കവിയുണ്ട്, AP അബ്ദുൽ ഖാദിർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല, ഹനീഫ് കായ്ക്കുടിയുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്, കുഞ്ഞു മുഹമ്മദ് വർപ്പൂരുണ്ട്. അവിടെ ഇത് അവതരിപ്പിച്ചു, ഇത് വാങ്ങിവെച്ചു. പിന്നീട് ജംഇയ്യത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ചെറിയ സമിതി, ആ സമിതി ഇതിൽ പറഞ്ഞതിന് വിരുദ്ധമായ തീരുമാനം കൈക്കൊണ്ടു. അപ്പോൾ ഫെബ്രുവരിയിലെ സിറ്റിംഗിൽ ബഷീർ സലഫി കൂടപ്പോയിൽ ചോദിച്ചു, പ്രബന്ധത്തിൽ അവതരിപ്പിച്ചത് പോലെയല്ലല്ലോ പിന്നീട് തീരുമാനം വന്നിട്ടുള്ളത്, ആ തീരുമാനം മാറാനുള്ള കാരണം എന്താണ്? അന്ന് കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ആ ചർച്ച അവിടെ അവസാനിച്ചു. ആ ചർച്ച മാത്രമല്ല, ആ മാസാന്ത സിറ്റിംഗും അന്നത്തോടെ അവസാനിച്ചു. 2012 ഫെബ്രുവരിയിലാണ് അവസാനത്തെ സിറ്റിംഗ്. അഥവാ ഒരു കൊല്ലവും 8 മാസവുമായി. അതിനുശേഷം ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യപ്പെട്ടു, നമുക്ക് ആ സിറ്റിംഗ് പുനരാരംഭിക്കണം, ഒന്നിച്ചിരിക്കണം, ഈ വിഷയം വീണ്ടും നമുക്ക് പഠിക്കണം. പക്ഷേ അവസരമുണ്ടായില്ല. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർമാരായ 38 ആളുകൾ, ഈ ഇരിക്കുന്ന അബ്ദുൽ ലത്തീഫ് സുലമി അടക്കമുള്ള, അബ്ദുൽ ഹക്ക് സുലമി ആമയൂര്, സുഹൈർ ചുങ്കത്തറ അടക്കമുള്ള 38 പണ്ഡിതന്മാർ, അവർ ഒരുമിച്ച് ചേർന്ന് എഴുതി ഒപ്പിട്ട് ഒരു പ്രമേയം പോലെ തയ്യാറാക്കി KJവിന് കൊടുത്തു. ഈ വിഷയത്തിൽ ചർച്ചകൾ വേണം, പഠനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രതികരണമുണ്ടായില്ല. ഈ നാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹംസ വാക്കവി പ്രസംഗിച്ചു. 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു 38 വിഡ്ഢികൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. പ്രതികരണമില്ലാതായപ്പോൾ രണ്ടാമത്തെ കത്ത് കൊടുത്തു. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം, ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് 65 ആളുകൾ ഒപ്പിട്ടു. ആ 65 ആളും ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പർമാർ. 65 ആൾ ഒപ്പിട്ട് കത്ത് കൊടുത്തു, രണ്ടാമത്തെ കത്ത്. പക്ഷെ പ്രതികരണമുണ്ടായില്ല. പിന്നീട് ആ കത്ത് കൊടുക്കാൻ മുമ്പിലേക്ക് വന്ന ആളുകൾ കൂടിയിട്ട് മൂന്നാമത്തെ കത്തുണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിനും പ്രതികരണമുണ്ടായില്ല. നാലാമതൊരു കത്ത്, ഇതിനെല്ലാം മുമ്പിൽ നിന്ന മുബാറക് ബിൻ ഉമർ മൗലവിയുടെ മകൻ മുബാറക് മദീനി തിരുക്കാട്, അദ്ദേഹം നാലാമത്തെ കത്ത് വ്യക്തിപരമായി ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി MM മദനിക്ക് തയ്യാറാക്കി കൊടുത്തു. പരലോകം ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്കൾ സെക്രട്ടറി ആയിരിക്കെ എന്തുകൊണ്ട് ഒരു ചർച്ചയെ ഭയപ്പെടുന്നു, ഒരു ചർച്ച വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. അതിനും പ്രതികരണമുണ്ടായില്ല. ഡിസംബറിലെ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനം മുഹമ്മദ് മദനിയാണ്, KJU സെക്രട്ടറി. എനിക്കാണ് പ്രഭാഷണത്തിന് അവസരമുള്ളത്. സ്വാഗതം പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് കസേരയിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൗലവി, ആ സിറ്റിംഗ് നിർത്തിയതാണ് പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാവാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ആ സിറ്റിംഗ് ഉടനെ ആരംഭിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിയട്ടെ, നമുക്ക് ഉടനെ തുടങ്ങണം. സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തികയാറായി. പക്ഷെ അത് പിന്നീട് ആരംഭിച്ചില്ല. ആ സമ്മേളന തിരക്കിൽ തന്നെ കുവൈത്തിലെ ഇഹ്യാഉൽ ഇസ്ലാമി എന്ന് പറയുന്ന പണ്ഡിത സംഘടന KNMനെയും KJUവിനെയും അകമഴിഞ്ഞ് ധാരാളമായി സഹായിച്ച ഒരു സംവിധാനമാണ് ഇഹ്യാഉൽ ഇസ്ലാമി. അവർ ഈ വിഷയം അറിയുകയും ഇവിടെ മുജാഹിദുകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അന്ന് അവർ അവിടെ നിന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം അവർ പറയുകയും ആ തീരുമാനം ഇഹ്യാഉൽ ഇസ്ലാമിയുടെ ഔദ്യോഗിക ലെറ്റർ പീരീഡിൽ KNMനെയും KJUവിനെയും അറിയിക്കുകയും ചെയ്തു. അതിന്റെ കോപ്പിയാണ് ഇത്. ഇതിൽ 8 നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിൽപ്പെട്ട നിർദ്ദേശമായിരുന്നു, ഈ വിഷയത്തിൽ നിങ്ങൾ ഇനിയും ചർച്ച ചെയ്യണം. നിങ്ങളുടെ ദൗത്യ സംഘം ഇങ്ങോട്ട് വരിക,
അല്ലെങ്കിൽ ഞങ്ങളുടെ ദൗത്യ സംഘം അങ്ങോട്ട് വരാം എന്നൊരു ആവശ്യം നമ്മൾ ചർച്ച ചെയ്യാം. ആ തീരുമാനം എന്താണോ അത് നമുക്ക് അംഗീകരിക്കാം. ഇതിന്റെ പേരിൽ നടപടികൾ ഒന്നും നിങ്ങൾ എടുക്കരുത്. ആർക്കെങ്കിലും ഇതേ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പിൻവലിക്കണം. ഇത് സാധാരണക്കാർക്കിടയിലേക്ക് ഒരിക്കലും നിങ്ങൾ പ്രചരിപ്പിക്കരുത്. അത് അകൽച്ച കൂടാൻ കാരണമായി മാറും. തുടങ്ങി 8 നിർദ്ദേശങ്ങൾ. ഡിസംബർ 17 ആ കത്ത് വന്നത്, 2012. അന്നതിന് മറുപടി അയച്ചു, ഞങ്ങൾ സമ്മേളന തിരക്കിലാണ്, സമ്മേളനം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. സമ്മേളനം കഴിഞ്ഞു 10 മാസമായി, ഇതുവരെയും ആലോചിച്ചില്ല. അതേസമയം KJUവിന്റെ പേരിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഈ നാട്ടിലും വെച്ചു. ആ യോഗങ്ങളിൽ ഏകപക്ഷീയമായി വിശദീകരണങ്ങൾ വന്നു. പലരെയും അതിന്റെ പേരിൽ നടപടിയെടുത്തു, പലരെയും പുറത്താക്കി എന്ന് പറഞ്ഞു, അവർക്ക് പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അവസാനം ഹുസൈൻ സലഫി അടക്കമുള്ള നമ്മുടെ 20 പ്രഭാഷകന്മാർക്കെതിരെ നടപടി വന്നു. ആളുകൾക്കെതിരെ ആശയക്കുഴപ്പമായി. അത്രയുമായപ്പോൾ ഇനി ഇത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് വിശദീകരണത്തിലേക്ക് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. എന്നിട്ടും ഇപ്പോഴും ഞങ്ങളൊക്കെ അവിടെ ആവശ്യപ്പെട്ടു, നമുക്ക് ആ ചർച്ച വേണം. ഇതൊക്കെ അവസാനിപ്പിച്ച് ഒന്നിച്ചിരുന്ന് മുൻധാരണകളില്ലാതെ ഗ്രന്ഥങ്ങൾ പരതി ഇവിഷയമായി ആർക്കാണോ തെറ്റുപറ്റിയതെങ്കിൽ അവർ തിരുത്തി. നമ്മൾ പറഞ്ഞ വിശദീകരണം തെറ്റാണോ തിരുത്താൻ തയ്യാറാണ്. അതല്ല മറുഭാഗത്ത് വിശദീകരണം തെറ്റാണോ അവർ തിരുത്താൻ തയ്യാറാവുക. ഏതാണോ ശരി ആ ശരിക്ക് എത്തണം. അങ്ങനെയാണ് മിച്ചിന്റെ കെയർ ഓഫിൽ വടാനപ്പള്ളി സംവാദം സംഘടിപ്പിച്ചത്. അതിനുശേഷം അത് 2013 ഫെബ്രുവരി 14 ശേഷം 2013 മാർച്ച് 11 കോഴിച്ചേരി വെച്ച് വാദപ്രതിവാദമുണ്ടായി. അതൊക്കെ അതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ അതെല്ലാം നടന്നു. കാര്യങ്ങൾ ആൾക്ക് മനസ്സിലാക്കാൻ അതൊക്കെ വേദിയായി. ഇനിയും അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട്, അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും പുറത്താക്കൽ നടപടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. AP അബ്ദുൽ ഖാദർ മൗലവി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ഒപ്പിട്ട കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പലരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പോലും അറിയുന്നില്ല എന്ന കത്ത് വരുന്ന കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം ആദർശപരമല്ല. ഏതാനും ചില ആളുകളുടെ, വ്യക്തമായി പറഞ്ഞാൽ ഒരാളുടെ 2002 പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആരാണോ അന്ന് കാരണക്കാരായത് അയാൾ തന്നെയാണ് ഇപ്പോഴും പ്രശ്നക്കാരൻ. അയാൾ KNM മാത്രമല്ല, എവിടേക്ക് പോയോ അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അയാൾ സിൻഡിക്കേറ്റ് മെമ്പറായി അവിടെ അയാൾ പ്രശ്നം ഉണ്ടാക്കി. MA പോലും ഇല്ലാതെ, ഡിഗ്രി പോലും ഇല്ലാതെ PhD എടുക്കാനുള്ള വളഞ്ഞ വഴികൾ അയാൾ ശ്രമിച്ചു പല സ്ഥലത്തും. അരീക്കോട് സുല്ലം മുസ്ലിം അറബി കോളേജ് അധ്യാപകനാണ്, അവിടെ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും ലംഘിച്ചു. വ്യത്യസ്ത പേരിൽ 2 പാസ്പോർട്ട് അയാൾ ഉണ്ടാക്കി, അതും ഇപ്പൊ കേസിലാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അയാളൊരു പ്രശ്നക്കാരനാണ്. ആ പ്രശ്നം അയാൾ ഇവിടെയും കൊണ്ടുവന്നു. അല്ലാതെ ഇവിടെ ജിന്ന ശൈത്താൻ വിഷയത്തിൽ ഒരു പ്രശ്നമില്ല. പിന്നെ അയാളുടെ കൂടെ നിൽക്കലാൻ നിവൃത്തിയില്ല എന്ന് തലപ്പത്തുള്ള ചില ആൾക്ക് മനസ്സിലായി. കാരണം ചില ബാധ്യതകൾ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്കെതിരെ നിന്നാൽ ഒരു പക്ഷേ അത് മറ്റു തരത്തിൽ തിരിച്ചടിച്ചേക്കാം. അതുകൊണ്ട് തൽക്കാലം അയാൾക്കെതിരെ നിൽക്കേണ്ടതില്ല, കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് ചിലർ മൗനം പാലിച്ചു. ചിലർ പ്രതികരിക്കാൻ കഴിവില്ലാതെ കൂടെ നിന്ന് കൊടുക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. AP അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു നോക്കുക, പല ആളുകൾ പുറത്താക്കിയത് മൂപ്പരെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, കത്തില്ലല്ലോ. ഞാൻ മൂപ്പരെ പേര് കത്ത് ഒപ്പിട്ടിട്ട് വന്നിട്ടുമുണ്ടാകും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു സ്ഥലത്ത് ആ നാട്ടുകാർ ഒരുമിച്ച് കൂടി സ്ഥലം വാങ്ങി പിരിച്ചുണ്ടാക്കി അവര് പണം സ്വരൂപിച്ച് പള്ളിക്ക് വഴിയൊരുക്കി. പള്ളിയും അവിടെ വന്നു. പള്ളി ഏകദേശം പകുതിയായപ്പോൾ അന്ന് അവർ KNMന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. ആ ഒറ്റക്കാലത്താൽ അവരെ വിളിച്ചു പറഞ്ഞു, അതിന്റെ ആധാരം മുജാഹിദ് സെന്ററിൽ ഏൽപ്പിക്കണം, ഇത് KNMന്റെ പള്ളിയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ നാട്ടിലെ കൂടി പിരിച്ചുണ്ടാക്കി സ്ഥലം വാങ്ങി ഞങ്ങൾ സുരക്ഷത്തിന് വേണ്ടി മാത്രം KNMന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്, അടുത്ത് തരാൻ പറ്റൂല. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രികയിൽ APയുടെ ഒരു പരസ്യം. എന്താ പരസ്യം? നിലമ്പൂരിനടുത്ത വടപുറത്ത് KNMന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ ആധാരം യാത്രാമധ്യേ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ചു കിട്ടാനാവാത്ത വിധം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ പകർപ്പിന് അപേക്ഷിക്കുന്നതാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി, ചന്ദ്രികയിൽ പരസ്യം. ഇങ്ങനെ ഒരുപക്ഷെ AP അറിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വക്കീൽ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ചില വക്കീലന്മാരെ കൊണ്ട് കൊടുപ്പിച്ചതായിരിക്കും. AP അറിയണം എന്നില്ല. ഇങ്ങനെ വഴിവിട്ട കളികൾ വന്നു. എല്ലാ സ്ഥാപനത്തിലും കയറിക്കൂടി. ഈ അറബി കോളേജ് എങ്ങനെ ഇക്കോലത്തിലായി എല്ലാവർക്കും പറയും, ഞാൻ പറയേണ്ട ആവശ്യമില്ല.
പല സ്ഥാപനങ്ങളുടെയും സ്ഥിതി അതാണ്, പല പള്ളികളെയും സ്ഥിതി അതാണ്. നാട്ടുകാരെ വിയർപ്പൊരുക്കി അവര് പിരിച്ചുണ്ടാക്കി അവർ സ്ഥാപിച്ച പള്ളികൾ KNM-ന്റെ പേര് രജിസ്റ്റർ ചെയ്ത് എന്തിന്? സുരക്ഷിതത്വത്തിന് വേണ്ടി. മക്കള് എടുത്തുനിന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കി നാട്ടിൽ സ്ഥലം വാങ്ങി വാപ്പാണ്ട് പല വാപ്പ നിങ്ങളെ പേരിൽ എഴുതിക്കോളി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ആ എഴുതിയ സ്വത്ത് പിന്നെ വാപ്പ ഇത് നിന്റെ സ്വത്താന്ന് വാപ്പ പറഞ്ഞാൽ എത്രമാത്രം അന്യായമാണോ അതിലേറെ അന്യായമാണ് ഇവിടെ കാണിച്ചത്. നാട് മുഴുവൻ തെണ്ടി നടന്ന് പണമുണ്ടാക്കി പിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു വാക്ക് KNM എന്ന പേരിൽ എഴുതി വെച്ചുവെന്ന ഒറ്റ ലേബിലെടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ മിമ്പറിൽ നിന്ന് താഴെ ഇറക്കപ്പെട്ടു, നമ്മൾ ആരും പ്രതികരിച്ചിട്ടില്ല. കൊല്ലങ്ങളായി നടക്കുന്ന ഖുർആൻ ക്ലാസ് മുടങ്ങി, ജനങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയ സ്ഥലത്ത് കിട്ടിയ ഷെഡിൽ ഖുർആൻ ക്ലാസ് മുടങ്ങിയ ഷെഡ് ഇന്ന് അനാഥമായി കിടക്കുന്നു. തൊട്ടിപ്പുറത്തെ ഹാള് ആഴ്ചക്ക് 1000 രൂപ വാടക കൊടുത്ത് ആ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ക്ലാസ്സിൽ പങ്കെടുത്തത് 30 ആളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ 50 ആൾ പങ്കെടുക്കുന്നു. 2 ആൾ മാത്രം പങ്കെടുക്കാതെ മാറി നിന്നു. ആ 2 ആൾക്ക് വേണ്ടി ആ സെന്റർ പൂട്ടിക്കിടക്കുന്നു. ഇത് ന്യായമാണ്? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ യഥാർത്ഥത്തിൽ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്താൽ ഇനിയും തീരും. പക്ഷെ അതിന് തുറന്ന മനസ്സ് ആദ്യം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജിന്ന് പ്രശ്നമില്ല, ജിന്ന് വാദി എന്നൊന്നുമില്ല. ജിന്ന് ഉണ്ട് എന്ന വാദമാണെങ്കിൽ ആ വാദം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലാത്തൊരു വാദം ആർക്കുമില്ല. എന്നാൽ ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എന്ന് അവര് പറഞ്ഞു, അത് അപകടമാണ്, അത് തിരുത്തേണ്ടതുണ്ട്. കാരണം 100 കൊല്ലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പ്രമാണങ്ങളുടെ അധ്യാപനത്തിനും അത് ഘടകവിരുദ്ധമാണ്. കാരണം അഭൗതിക കഴിവുകൾ റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് വിചിന്തനം തന്നെ എഴുതി ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു. ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവൻ പറയില്ല, എന്നാൽ വിചിന്തനത്തിൽ വന്നു ജിന്ന് അഭൗതികമാണ്. ഇയാക്കണസ്ഥയിൽ മനുഷ്യന് ഒഴിവാന്ന് മതം അറിയുന്നവൻ പറയില്ല, എന്നാൽ ഇപ്പൊ എഴുതിയ മനുഷ്യന് ഒഴിവാണ്. ഇത് അബദ്ധങ്ങളാണ്. അത് തിരുത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന് ശരിയായ ആദർശത്തിലേക്ക് മടങ്ങാൻ ഈ ആദർശ വഴിയിൽ നിന്ന് വഴിമാറിപ്പോയി തയ്യാറാവുകയും എന്നിട്ട് ഒന്നിച്ചെന്ന് ചർച്ച ചെയ്യുകയും ചെയ്താൽ അത് തീരും. അത് തീർച്ചയായും 1-2 ആളുകൾ തീർച്ചയായും മാറി നിൽക്കേണ്ടത് പോലുള്ള കാലത്തോളം അത് നടക്കൂല എന്നാണ് ഇപ്പൊ അനുഭവങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അടുത്ത